നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ PSC 10-ാം തീയതി നടന്ന ഫസ്റ്റ് ഫേസ് +2 ലെവൽ എക്സാമിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ ആണ്. റിലേറ്റഡ് ഫാക്ട്സ് അടക്കം പറയുന്നുണ്ട്. അപ്പൊ നാളെയാണ് പരീക്ഷ. ലാസ്റ്റ് വട്ട റിവിഷന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, എക്സ്പാൻഷൻ ഓഫ് ETC. ETCയുടെ എക്സ്പാൻഷൻ എന്താ? ഉത്തരം etcetera. etcetera. etcetera എന്നതാണ്. എക്സെട്ര, നമ്മൾ എക്സെട്ര എന്നാണ് പറയുന്നത്. എക്സെട്ര എന്നതാണ് കറക്റ്റ് എക്സ്പാൻഷൻ. അപ്പൊ നമുക്ക് കുറച്ച് ഫോറിൻ വേർഡ്സ് നോക്കാം. PSC റിപ്പീറ്റ് ചെയ്യുന്ന ഫോറിൻ വേർഡ്സ് ആണ്. ഒന്ന്, ബോണഫൈഡ്. ബോണഫൈഡ് എന്താണ്? ഗുഡ് ഫെയ്ത്ത്. ബോണഫൈഡ് എന്ന ഫോറിൻ വേർഡിന്റെ അർത്ഥം എന്താണ്? ഗുഡ് ഫെയ്ത്ത്. വോക്സ് പോപ്പുലി. വോക്സ് പോപ്പുലി എന്ന് പറഞ്ഞാൽ വോയിസ് ഓഫ് പീപ്പിൾ. വോയിസ് ഓഫ് പീപ്പിൾ ആണ് വോക്സ് പോപ്പുലി. വോക്സ്, VOX, വോക്സ് പോപ്പുലി എന്ന് വെച്ചാൽ എന്താ? വോയിസ് ഓഫ് പീപ്പിൾ. വിസ് ആ വിസ്. വിസ് ആ വിസ് എന്ന് വെച്ചാൽ എന്താ? ഫേസ് ടു ഫേസ്. ഫേസ് ടു ഫേസ് ആണ് വിസ് ആ വിസ് എന്ന് പറയുന്നത്. അഡ്ഹോക്ക്. അഡ്ഹോക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അഡ്ഹോക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഫോർ ദ സ്പെഷ്യൽ പർപ്പസ് എന്നാണ്. ഫോർ ദ സ്പെഷ്യൽ പർപ്പസ്, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി. ഫോർ ദ സ്പെഷ്യൽ പർപ്പസ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ എക്സെട്രയുടെ എക്സ്പാൻഷൻ ETCETERA. ബോണഫൈഡ് ആണ് ഗുഡ് ഫെയ്ത്ത്. വോക്സ് പോപ്പുലി എന്ന് പറഞ്ഞാൽ വോയിസ് ഓഫ് പീപ്പിൾ. വിസ് വിസ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്. അഡ്ഹോക്ക് ഫോർ ദ സ്പെഷ്യൽ പർപ്പസ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ വേർഡ്സ് എടുക്കുക, ഫോറിൻ വേർഡ്സിന്റെ മീനിങ് എടുക്കുക. ഓക്കെ, അത് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ടില് ഇവിടെ സൗണ്ട്സ് ആണ് തന്നിരിക്കുന്നത്. ചിർപ്പ്, ട്വിറ്റർ, ട്വീറ്റ്, ട്വിസ്റ്റ്. അപ്പോൾ ചിർപ്പ് എന്ന് പറയുന്നത് ബേർഡ്സിന്റെ സൗണ്ട് ആണ്. ട്വിറ്ററും അത് തന്നെ, ട്വീറ്റും അത് തന്നെ. ഇവിടെ ഓഡ് വൺ ഔട്ട് ഏതാണ്? ട്വിസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് ആനിമൽ സൗണ്ട്സ് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആനിമൽ സൗണ്ട്സ് ആണ്. ഒന്ന്, ഹോഴ്സസ്. ഹോഴ്സസിന്റെ സൗണ്ട് എന്താണ്? നെയ്. നെയ് ആണ് ഹോഴ്സസിന്റെ സൗണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഹോഴ്സസിന്റെ സൗണ്ട് എന്താ? നെയ്. ആസും ഡോങ്കിയും എന്താ ചെയ്യുന്നത്? ബ്രേ ആണ്. ബ്രേ ആണ് ആസിന്റെയും ഡോങ്കിയുടെയും സൗണ്ട്. ഇനി ഗോട്ട്. ഗോട്ടും ലാമ്പും ബ്ലീറ്റ് ആണ്. ഗോട്ടും ലാമ്പും എന്താണ്? ബ്ലീറ്റ് ആണ്. ക്രിക്കറ്റ്, സ്പാരോ. ക്രിക്കറ്റ്, സ്പാരോ, ഗ്രാസ് ഹോപ്പർ എല്ലാം എന്താ ചെയ്യുന്നത്? ചിർപ്പാണ് ചെയ്യുന്നത്. അപ്പൊ ചിർപ്പാണ് ക്രിക്കറ്റ്. ക്രിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ വിട്ടില്, ചീവീട് എന്നൊക്കെ പറയും. ചിർപ്പ്, ക്രിക്കറ്റ്, സ്പാരോ, അതുപോലെ ഗ്രാസ് ഹോപ്പർ. ഹൈന. ഹൈന എന്താ ചെയ്യുന്നത്? ഹൈന ലാഫ് ആണ്. ഹൈന ലാഫ് ആണ് ചെയ്യുന്നത്. ഹൈന ലാഫ്സ്. സ്നേക്ക് എന്താ ചെയ്യുന്നത്? സ്നേക്ക് ഹിസ് ആണ് ചെയ്യുന്നത്. ബി ആണെങ്കിൽ ബസ് ആണ് ചെയ്യുന്നത്. അപ്പം സ്നേക്ക്, ഹിസ്, ബി, ബസ്. അപ്പോൾ ബാക്കിയുള്ള ആനിമൽ സൗണ്ട്സും കൂടെ ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്തോളാം. ഹോഴ്സസ് നെ, ആസും ഡോങ്കിയും ബ്രേ, ഗോട്ടും ലാമ്പും ബ്ലീറ്റ്, സ്പാരോ, ഗ്രാസ് ഹോപ്പർ, അതുപോലെ ക്രിക്കറ്റ് ചിർപ്പ്, ഹൈന ലാഫ്, സ്നേക്ക് ഹിസ്, ബി, ബസ്. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് ചിർപ്പ്, ട്വിറ്റർ, ട്വീറ്റ് എല്ലാം ബേർഡ്സിന്റെ സൗണ്ട് ആണ്. അടുത്ത ചോദ്യം, ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. ലെറ്റസ് പ്ലേ ഫുട്ബോൾ. അപ്പൊ ലെറ്റസ് വരുമ്പോഴേക്കും നമ്മൾ പണ്ടോട്ടേ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. ഷോൾ വി ആണ് ലെറ്റസ് വരുമ്പോൾ ചേർക്കാനുള്ളത്. ഷോൾ വി. അപ്പൊ ഇതില് 1-2 പോയിന്റ്സും കൂടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിക്കാം. ആദ്യമായിട്ട് പഠിക്കേണ്ടത് ലെറ്റസ് വരുമ്പോൾ ഷോൾ വി ആണ് ചേർക്കേണ്ടത്. ഇനി ലളിതമായ അഭ്യർത്ഥനയോ അപേക്ഷയോ ആണെങ്കിൽ, ഇപ്പൊ ലളിതമായിട്ട് ഇമ്പറേറ്റീവ് സെന്റൻസിലെ കേസിൽ പറയുകയാണെങ്കിൽ, ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് ഈ പറയുന്നത്. ഇമ്പറേറ്റീവ് സെന്റൻസിലെ കേസിൽ പറയുകയാണെങ്കിൽ ലളിതമായിട്ടുള്ള അഭ്യർത്ഥനയോ അപേക്ഷയോ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ആണ് ചേർക്കാനുള്ളത്. വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ആണ് ചേർക്കാനുള്ളത്. ലളിതമായിട്ടുള്ള അഭ്യർത്ഥന. ഇനി ശക്തമായ അഭ്യർത്ഥനയാണെങ്കിൽ വോണ്ട് യു മാത്രമേ ചേർക്കാവൂ. ശക്തമായ അഭ്യർത്ഥന എന്ന് പറയുമ്പോൾ പ്ലീസ് ഗീവ് മീ എ കപ്പ് ഓഫ് ടീ. പ്ലീസ് ഗീവ് മീ എ കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ ഏതാണ് ക്വസ്റ്റ്യൻ ടാഗ്? വോണ്ട് യു. ലളിതമായ അഭ്യർത്ഥന വിൽ യു ചേർക്കാം അല്ലെങ്കിൽ വോണ്ട് യു ചേർക്കാം. പക്ഷേ ശക്തമായ അഭ്യർത്ഥന, അതായത് ശക്തമായ അഭ്യർത്ഥന എന്ന് പറയുമ്പോൾ പ്ലീസ് അല്ലെങ്കിൽ കൈൻഡ്ലിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ വോണ്ട് യു തന്നെ ചേർക്കണം. അതൊരു ആജ്ഞയാണെങ്കിൽ എന്താണ് ചേർക്കേണ്ടത്? കാണ്ടിയു ആണ് ചേർക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഷട്ടപ്പ്. ഷട്ടപ്പിന്റെ
എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് കാണ്ട്യു ആണ്. ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ് എന്താ? പോസിറ്റീവ് സെന്റൻസ് ആണോ നോക്കുക. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ്, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ആണ് ചേർക്കാനുള്ളത്. ലെറ്റേഴ്സ് ഒക്കെ വരുമ്പം സ്പെഷ്യൽ കേസുകളാണ്. ലെറ്റേഴ്സ് വരുമ്പം ഷോൾവി ആണ്. ഇമ്പറേറ്റീവിലെ 2-3 സ്പെഷ്യൽ കേസ് ആണ് ഈ പറഞ്ഞത്. ഷട്ടപ്പ്, ഷട്ടപ്പ് എന്ന് പറയുന്ന ഒരു ആജ്ഞയാണെങ്കിൽ കാണ്ട്യു ആണ് ചേർക്കേണ്ടത്. ഇനി ഡു നോട്ടിൽ ഒരു സെന്റൻസ് ആരംഭിക്കുകയാണെന്ന് വിചാരിക്കുക. ഡു നോട്ടിൽ ആരംഭിച്ചാൽ ചേർക്കേണ്ടത് വോണ്ട് യു ആണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. വോണ്ട് യു ആണ് ഡു നോട്ടിൽ ഒരു സെന്റൻസ് ആരംഭിച്ചാൽ ചേർക്കേണ്ടത്. ഇനി ഇപ്പോ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ലെറ്റസ് പ്ലേ ഫുട്ബോൾ പ്ലീസ്. അപ്പൊ ലെറ്റസ് പ്ലേ ഫുട്ബോൾ, ലെറ്റസ് പ്ലേ ഫുട്ബോൾ കഴിഞ്ഞിട്ട് ഒരു പ്ലീസും കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. പ്ലീസും കൂടി ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് വിൽ യു ആണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. ലെറ്റേഴ്സ് വരുമ്പോൾ എപ്പോഴും ഷോൾവി അല്ല. ലെറ്റേഴ്സ് കഴിഞ്ഞ് ഒരു പ്ലീസ് കൂടെ ഉണ്ടെങ്കിൽ എന്താണ് ചേർക്കേണ്ടത്? എപ്പോഴും വിൽ യു ആണ് ചേർക്കേണ്ടത്. ഇനി 1-2 പോയിന്റ് എക്സ്ട്രാ ആയിട്ട് പറയാം. ഇപ്പം ഹാവ് വരുമ്പം ചിലർക്ക് കൺഫ്യൂഷൻ വരും. ഹാവ് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഹാവ് എന്ന് പറയുന്നത് ഓണർഷിപ്പ്, അതായത് ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ പെൻ. ഒരാൾക്ക് ഒരു കാറുണ്ട്, എനിക്കൊരു കാറുണ്ട്, എനിക്കൊരു പെന്നുണ്ട്. അത് ഓണർഷിപ്പിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഹാവ് വേറൊരു അർത്ഥത്തിലും യൂസ് ചെയ്യാറുണ്ട്. ഈറ്റ്, കഴിക്കുക. യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 9. യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 9. ആ ഹാവ് അവിടെ എന്താ? ഈറ്റ് എന്നുള്ള അർത്ഥം. അപ്പൊ ഹാവിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ഓണർഷിപ്പ്, രണ്ടാമത്തത് ഈറ്റ്. ഓണർഷിപ്പിന്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ പെൻ, ഐ ഹാവ് എ പെൻ ആണെങ്കിൽ അതിന്റെ ടാഗ് ഹാവിൻ്റെ തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല, ഹാവിൻ്റെ തന്നെയാണ്. ഇനി ഈറ്റ് ആണ് ഹാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാവിലുള്ള ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡോണ്ട് യു ആണ് ചേർക്കേണ്ടത്. ഹാവ് വന്നാൽ ഡോണ്ട്, ഹാസ് ഓർ ഹാവ് വന്നാൽ ഡോണ്ടും, ഹാഡ് വന്നാൽ ഡിഡും ആണ് ചേർക്കേണ്ടത്. പാസ്റ്റ് ടെൻസ് ആണ് ചേർക്കേണ്ടത്, അത് ഓർക്കുക. അപ്പോൾ ഹാവ് എന്ന് പറയുന്നത് ഈറ്റ് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഡോണ്ട് യു, ഹാസ് ആണെങ്കിൽ ഡോണ്ട് യു. കാരണം യു വരുമ്പോഴത്തേക്കും യു പ്ലൂറൽ ആയതുകൊണ്ട് ഹാസ് വന്നാലും ഡോണ്ട് ആണ് വരുന്നത്, ഹാവ് വന്നാലും ഡോണ്ട് ആണ് വരുന്നത്. ഹാഡ് വരുമ്പോഴത്തേക്കും എന്ത് വരും? ഡിഡിൻറ്റ് വരും. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ജോൺ ഈസ് ദ മാൻ ഡാഷ് സേവ്ഡ് ദ ചിൽഡ്രൻ. ജോൺ ഈസ് ദ മാൻ ഡാഷ് സേവ്ഡ് ദ ചിൽഡ്രൻ. അപ്പൊ ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. വ്യക്തിയെ പറ്റി പറയുമ്പോൾ ഇവിടെ റിലേറ്റീവ് പ്രോനൗൺ ഹൂ ആണ് റിലേറ്റീവ് പ്രോനൗൺ. അപ്പൊ ഹൂ ചേർക്കുന്നത് പേഴ്സൺസ്, ആൾക്കാരെ പറ്റി പറയുമ്പോൾ. ഹൂം ചേർക്കുന്നതും പേഴ്സൺസ്, ആൾക്കാരെ പറ്റി പറയുമ്പോൾ. ഹൂസ് എന്ന് ചേർക്കേണ്ടത് പേഴ്സൺസ്, ആൾക്കാരെ പറ്റി പറയുമ്പോൾ. റിവേഴ്സിനെ പറ്റി പറയുമ്പോൾ. കൺട്രീസ്, രാജ്യങ്ങളെ പറ്റി പറയുമ്പോഴും ഹൂസ് ആണ് ചേർക്കേണ്ടത്. ഇനി വിച്ച് എപ്പോഴൊക്കെയാണ് ചേർക്കേണ്ടത്? വിച്ച് ചേർക്കേണ്ടത് അനിമൽസിനെ പറ്റി പറയുമ്പോഴും തിങ്സ് വിത്തൗട്ട് ലൈഫ്. അപ്പോൾ തിങ്സ് വിത്തൗട്ട് ലൈഫ്, ജീവനില്ലാത്ത വസ്തുക്കളെ പറ്റി പറയുമ്പോഴും ഏതാണ്? വിച്ചാണ് ചേർക്കേണ്ടത്. ദാറ്റ് എപ്പോഴാണ് ചേർക്കേണ്ടത്? ദാറ്റ് ചേർക്കേണ്ടത് അനിമൽസിനെ പറ്റി പറയുമ്പോൾ ചേർക്കാം, പേഴ്സൺസിനെ പറ്റി പറയുമ്പോൾ ചേർക്കാം, തിങ്സ് വിത്തൗട്ട് ലൈഫ്. ഈ 3 കേസിലും നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം. ഇത്രയും ഒന്ന് പഠിച്ചു വെക്കാം. ഹൂ എന്ന് പറയുന്ന പേഴ്സൺസിന്റെ കൂടെ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഹൂമും പേഴ്സൺസിന്റെ കൂടെ. ഹൂസ് പേഴ്സൺസ്, റിവേഴ്സ് കൺട്രീസിന്റെ കൂടെ ഹൂസ് ആണ്. വിച്ച് ചേർക്കേണ്ടത് അനിമൽസും തിങ്സ് വിത്തൗട്ട് ലൈഫും. ദാറ്റ് ചേർക്കേണ്ടത് അനിമൽസ്, പേഴ്സൺസ്, അതുപോലെ തിങ്സ് വിത്തൗട്ട് ലൈഫ്. ഇത്രയും കാര്യം ഒന്ന് ഓർക്കുക. ഞാൻ 2-3 ക്വസ്റ്റ്യൻ പറയാം. ദാറ്റ് ഈസ് ദ ഗേൾ ഡാഷ് ലവ്സ് മീ. അപ്പം ദാറ്റ് ഈസ് ദ ഗേൾ ഒരു പേഴ്സണെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഹൂ ലവ്സ് മീ. ഇനി ഡു യു നോ ദ ഗേൾ ഡാഷ് യു മെറ്റ് ഇൻ ദ പാർക്ക്. ഡു യു നോ ദ ഗേൾ whom you met in the park. ആ പാർക്കിൽ വെച്ച് കണ്ട ആ കുട്ടിയെ നിങ്ങൾക്കറിയാമോ? ഓക്കെ. ഇനി വിച്ച് എപ്പോഴാണ് ചേർക്കേണ്ടത്? ദ ബുക്ക് ഫ്രം ഡാഷ് ഐ കളക്റ്റഡ് ദീസ് വേർഡ്സ് ബിലോങ്സ് ടു മൈ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ്. ദ ബുക്ക് ഫ്രം
വിച്ച്, ബുക്ക് എന്ന് പറയുന്ന തിങ്സ് വിതൗട്ട് ലൈഫ് അല്ലേ. അപ്പോൾ ദ ബുക്ക് ഫ്രം വിച്ച് ഐ കളക്റ്റഡ് ദീസ് വേർഡ്സ് ബിലോങ്സ് ടു മൈ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് എന്നാണ് വരുന്നത്. ഇനി ദാറ്റ് വരുന്ന ഒരു കേസ് പറയാം. ഓൾ ഡാഷ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഇനി ഹൂസ് വരുന്നൊരു കേസ് പറയാം. ശ്രീലങ്ക ഡാഷ് നെയ്ബർ ഈസ് ഇന്ത്യ ഈസ് നോട്ട് എ ന്യൂക്ലിയർ പവർ. ശ്രീലങ്ക കൺട്രി വരുമ്പം ഹൂസ് ആണ്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ശ്രീലങ്ക ഹൂസ് നെയ്ബർ ഈസ് ഇന്ത്യ ഈസ് നോട്ട് എ ന്യൂക്ലിയർ പവർ. അപ്പൊ ഇത്രയും റിലേറ്റീവ് പ്രോനൗൺസ് ആണ് ഓർക്കുക. അടുത്തത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ഐ വെയർ യു ഐ ഡാഷ് ജമ്പ് ഓഫ് ദ റോക്ക്. അപ്പോൾ ഇഫ് ക്ലോസിന്റെ കൂടെ വേറെ ചേർക്കുകയാണെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യുക. മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ആണെന്ന് മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇഫ് ക്ലോസിൽ വേറെ മാത്രം വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് ചേർക്കണം? വുഡ് പ്ലസ് V1. വുഡ് പ്ലസ് V1 ഇവിടെ ഏതാ വന്നേക്കുന്നത്? വുഡിന്റ്. അപ്പൊ ഇഫ് ക്ലോസിന്റെ റൂൾസ് പറയാം. ഇഫ് ക്ലോസിന്റെ റൂൾസ്, ഇഫ് ക്ലോസിന്റെ കൂടെ V1 അല്ലെങ്കിൽ വെർബിന്റെ SOR ES അല്ലെങ്കിൽ ഈസ്, ആം, ആർ, ഡു, ഡസ്, ഹാസ്, ഹാവ്, അതായത് പ്രസന്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ് മെയിൻ ക്ലോസ്? മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ കോമ കഴിഞ്ഞിട്ടുള്ള പാർട്ടാണ് മെയിൻ ക്ലോസ്. അവിടെ എന്താ ചേർക്കേണ്ടത്? വില്ല് അല്ലെങ്കിൽ ഷോൾ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ പ്ലസ് V1 ആണ് ചേർക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ആണ്. വില്ല്, ഷോള്, ക്യാൻ, മേ പ്ലസ് V1. ഇനി ഇഫ് ക്ലോസിന്റെ കൂടെ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത് എന്ന് വിചാരിക്കുക. അതായത് വെർബിന്റെ രണ്ടാമത്തെ ഫോം അല്ലെങ്കിൽ വാസ്, വെയർ, ഡിഡ്, ഹാഡ് മാത്രമാണ്. ഹാഡ് മാത്രം വന്നാൽ എന്ത് ചെയ്യണം? ഇതും പാസ്റ്റ് ആക്കണം. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ആണ്. ഇനി ഇഫ് ക്ലോസിന്റെ കൂടെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇഫ് ക്ലോസിന്റെ കൂടെ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 വേണം വരാൻ. ഈ 4 റൂള് പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് റൂള് ഇഫ് ക്ലോസിൽ വേറെ വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1. സെക്കൻഡ് റൂള് ഇഫ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വില്ല്, ഷോള്, ക്യാന്, മേ പ്ലസ് V1. ഇനി ഇഫ് ക്ലോസിൽ V2 പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്താ ചേർക്കേണ്ടത്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. പിന്നെ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3. ഇത് എന്തായാലും പഠിച്ചിട്ട് പോവാ, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. അടുത്ത വീണ്ടും ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? എവരിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ്. ഇവിടെ മെയിൻ വെർബ് എന്ന് പറയുന്നത് ക്ലെയിംസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ സെന്റൻസ് ആദ്യം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. പോസിറ്റീവ് സെന്റൻസ് ആണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? നോ, നോട്ട്, നെവർ ഒന്നും ഇല്ല അല്ലേ? അപ്പൊ അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ആണെന്നുള്ള കാര്യം അറിയാമല്ലോ. ഇനി ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ് വല്ല ഉണ്ടോ എന്ന് നോക്കണം. അതില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ മെയിൻ വെർബിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ക്ലെയിം അല്ലേ ഇവിടുത്തെ മെയിൻ വെർബ്. ക്ലെയിമിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡസ് പ്ലസ് ക്ലെയിം എന്നാണ് ക്ലെയിംസ് വരുന്നത്. അപ്പൊ നമ്മുടെ ടാഗ് എന്താ വരുന്നത്? ഡസിൻഡ് പ്ലസ് അതിന്റെ കൂടെ പ്രോനൗൺ എന്ന് പറയുന്നത് ഇവിടെ നൗൺ ഏതാ? എവരിബഡിയുടെ പ്രോനൗൺ എന്ന് പറയുന്നത് ദേ ആണ്. എവരിവൺ, എവരിബഡി, സംവൺ, സംബഡി എല്ലാം വന്നാൽ ദേ ആണ്. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ? പ്ലൂറലിന്റെ കൂടെ നമ്മൾ ചേർക്കേണ്ട ഓക്സിലറി വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡസ് എന്താകും? ഡു ആകും. അപ്പൊ ഡോണ്ട്, ദേ ആണ് ആൻസർ. അപ്പൊ ഇത് കോഡായിട്ട് പഠിക്കുവാണെങ്കിൽ എങ്ങനെ പഠിക്കണം? എവരിവൺ, എവരിബഡി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി, നോവൺ, നോബഡി. ഇവ സബ്ജക്റ്റ് ആയി വരുമ്പോൾ പ്രോനൗൺ ആയിട്ട് എന്ത് ഉപയോഗിക്കുക? ദേ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സഹായക ക്രിയ, അതായത് ഓക്സിലറി വെർബില് മാറ്റം വരും. ഡസ് എന്നുള്ളത് ഡു ആയിട്ട് മാറും. ഈസ് എന്നുള്ളത് ആറായിട്ട് മാറും. വാസ് എന്നുള്ളത് വേറായിട്ട് മാറും. പിന്നെ ഈസ് ആറ്, വാസ് വേർ, ഹാസ് എന്നുള്ളത് ഹാവ് ആയിട്ട് മാറും. അപ്പോൾ എന്തൊക്കെയാണ്? എവരിവൺ, എവരിബഡി, സംവൺ, സംബഡി, നോവൺ,
നോബഡി, എനിവൺ, എനിബഡി. ഇവ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് ദേ ആയിട്ട് ഉപയോഗിക്കുക. കൂടാതെ സഹായക ക്രിയകൾ ഈസ് ആറായിട്ട് മാറും, വാസ് വേറായിട്ട് മാറും, ഹാസ് ഹാവ് ആയിട്ട് മാറും, ഡു ഡസ് ആയിട്ട് മാറും. ഒരു ചോദ്യം കൂടെ പറയാം. എവരി വൺ വാസ് ഹാപ്പി. എവരി വൺ വാസ് ഹാപ്പി. എന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായത് എന്താ? എവരി വൺ വാസ് ഹാപ്പി എന്നാണ് അല്ലെ. അപ്പോ വാസ് എന്തായിട്ട് മാറും? വേറായിട്ട് മാറും. അപ്പം വേറിൻഡ് ദേ, വേറിൻഡ് ദേ. പിന്നെ എവരി വൺ വാണ്ട്സ് ടു പ്ലേ ക്രിക്കറ്റ്. എവരി വൺ വാണ്ട്സ് ടു പ്ലേ ക്രിക്കറ്റ്. വാണ്ട്സ് എന്ന് പറയുമ്പോൾ ഡസ് പ്ലസ് വാണ്ട്. അപ്പൊ ഡസ് എന്തായിട്ട് മാറും? ഡു ആയിട്ട് മാറും. ഡോണ്ട് ദേ. എളുപ്പമല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ എക്സ്ട്രാ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കാം. ഇനി അടുത്ത ചോദ്യം, കാലിക്കറ്റ് ഈസ് ഡാഷ് ദാൻ കണ്ണൂർ. ഇതെന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ്. രണ്ട് സ്ഥലങ്ങളെയാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ കാലിക്കറ്റ് ഈസ് ഡാഷ് ദാൻ കണ്ണൂർ. ദാൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. കമ്പാരിറ്റീവ് ഡിഗ്രി ആവുമ്പോഴത്തേക്കും അഡ്ജക്റ്റീവിന്റെ കൂടെ എന്ത് ചേർക്കാം? ഇ ആർ ചേർക്കാം അല്ലെ. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? ഫാർദർ ആണ്. ദൂരം എന്നുള്ളതാണ് ഫാർദർ. ഫർദർ അല്ല, ഫ്യൂവർ അല്ല, ഫർദസ്റ്റ് അല്ല, ഫാർദർ ആണ് ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ടെൻസ് ആണ്. ഇത് ടെൻസിന്റെ പാർട്ടിൽ നിന്ന് വന്ന ചോദ്യമാണ്. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹെർ പ്രമോഷൻ. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഹി ഡാഷ് ഹെർ പ്രമോഷൻ. അപ്പോൾ പെട്ടെന്ന് ടെൻസ് ഒന്നും അറിയാത്ത ഒരാൾക്ക് നമ്മൾ സാധാരണ എന്താ ചെയ്യുക? എല്ലാവരും ചെയ്യുന്ന കാര്യം, ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ, നമ്മൾ പറഞ്ഞു നോക്കും അല്ലെ. വിൽ ഹാവ് റിസീവ്ഡ് വരുമോ? വിൽ റിസീവ് വരുമോ? ഹാസ് റിസീവ്ഡ് വരുമോ? റിസീവ്ഡ് വരും. അങ്ങനെ നോക്കും. റൂൾസ് ഒന്നും അറിയാത്ത ആൾക്കാർ. എന്നിട്ട് കൊണ്ടേ കറക്കി കുത്തുക ഏതെങ്കിലും ഒരു ആൻസർ. ഇവിടുത്തെ ആൻസർ വിൽ ഹാവ് റിസീവ്ഡ് ആണ്. വിൽ ഹാവ് റിസീവ്ഡ്. ഇതെങ്ങനെ വന്നു എന്ന് പറയാം. ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ടെൻസ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ടെൻസ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ഓരോന്നിനും 4 വീതം. പ്രസന്റ് ടെൻസ് ആകുമ്പോൾ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റിനും അതുപോലെ, ഫ്യൂച്ചറിനും അതുപോലെ. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ എന്നതാണ് ഇവിടുത്തെ ടൈം വേർഡ്. എന്താണ്? ടൈം വേർഡ്. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ. അപ്പോ ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് വീക്ക്, ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത്, ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ, ബൈ ദ എൻഡ് ഓഫ് ക്രിസ്മസ്, ബൈ ദ എൻഡ് ഓഫ് സമ്മർ, ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക് എന്നിവയ്ക്കൊപ്പം ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താ? വില്ല് അല്ലെങ്കിൽ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3. വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് ഇതിന്റെ കൂടെ ചേർക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ ടൈം വേർഡ്സ് ഏതൊക്കെയാ? ബൈ ദെൻ, ബൈ 5 o'clock, ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ, ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത്. അപ്പൊ ഇവിടെ ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ എന്താ? ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുമ്പോൾ വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3. അതെവിടെയാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ടെൻസ് എടുക്കുക, ടൈം വേർഡ്സ് പഠിച്ചു വയ്ക്കുക. ടൈം വേർഡ്സ് ഞാൻ 1-2 പറഞ്ഞു തരാം, നോട്ട് ചെയ്യാം. ആദ്യമായിട്ട് പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിൽ ഒന്നാമത്തത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് പറയാം, എഴുതിയെടുത്തോണം. സിമ്പിൾ പ്രസന്റ് ഒരു സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടൈം വേർഡ്സ് നോക്കിയാൽ മതി. ഇതുപോലെ ടൈം വേർഡ്സ് നോക്കിയാൽ മതി. എവരി വരുന്നതെല്ലാം, എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ, യൂഷ്വലി, generally, habitually, occasionally, seldom, sometimes, often, hardly, ever, in case. ഇതൊക്കെ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആകുമ്പോൾ നമ്മുടെ സെന്റൻസ് സബ്ജക്ട് പ്ലസ് V1 ആണ് ചേർക്കേണ്ടത്. സബ്ജക്ട് പ്ലസ് V1. ഇനി രണ്ടാമത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ടൈം വേർഡ്സ് നോട്ട് ചെയ്യാം. നൗ, at present, at this moment, today. എളുപ്പമാണ്. നൗ ഉണ്ട്, ടുഡേ ഉണ്ട്, at present ഉണ്ട്, at this moment ഉണ്ട്. at present, at this moment എന്ന് വന്നാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എല്ലാവർക്കും അറിയാലോ. സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING. I am writing a letter. അതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. അടുത്ത പ്രസന്റ് പെർഫെക്റ്റ് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മൂന്നാമത്തത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ ടൈം വേർഡ്സ് ഏതൊക്കെയാ? പ്രസന്റ് പെർഫെക്റ്റിന്റെ ടൈം വേർഡ്സ് ജസ്റ്റ്, എറ്റ്, നെവർ, എവർ, ഓൾറെഡി. എറ്റൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓൾറെഡി, ലേറ്റ്ലി, റീസെന്റ്ലി, സിൻസ്, ഫോർ, ടിൽ നൗ. എന്നിട്ട് പറയാം. ജസ്റ്റ്, എറ്റ്, നെവർ, എവർ, ഓൾറെഡി, ലേറ്റ്ലി, റീസെന്റ്ലി, സിൻസ്, ഫോർ, ടിൽ നൗ. ഈ ടൈം വേർഡ്സ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഫോർമാറ്റ് എന്താ? ഹാസ് ഓർ ഹാവ് പ്ലസ്
V3. Has or have plus V3. I have written a letter. I have written a letter. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സിൻസ്, ഫോർ, ഓൾ ദ മോർണിംഗ്, ഓൾ ദ ഈവനിങ്, ഓൾ ദ നൈറ്റ്. സിൻസും ഫോറാണ് എപ്പോഴും തരാറുള്ളത്. അതെന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫോർമാറ്റ് എന്താ? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബാണ് ചേർക്കേണ്ടത്. അത്രയായപ്പോഴത്തേക്കും പ്രസന്റ് ടെൻസ് കഴിഞ്ഞു. അടുത്ത പാസ്റ്റ് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എപ്പോഴും വരാറുള്ളത് എഗോ, എസ്റ്റർഡേ, ലാസ്റ്റ് വെച്ച് തുടങ്ങുന്ന എല്ലാം. ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ. ഇതൊക്കെ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്താണ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത്? സബ്ജക്ട് പ്ലസ് V2. ഐ റോട്ട് എ ലെറ്റർ. ഐ റോട്ട് എ ലെറ്റർ. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങിയതാണ്, പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. അടുത്ത പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇത് ചോദിക്കാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാസ്റ്റ് കഴിഞ്ഞ കാലത്ത് നടന്ന രണ്ട് പ്രവൃത്തികൾ തുടർച്ചയായി കൊണ്ടിരിക്കുന്ന പ്രവൃത്തി പാസ്റ്റ് കണ്ടിന്യൂസിലും ഇടയ്ക്ക് സംഭവിച്ച പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിലും. അതായത് വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഗോൺ. അപ്പം ആദ്യം സംഭവിച്ച പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലാണ് എഴുതാനുള്ളത്. ആദ്യം സംഭവിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ്. ട്രെയിൻ പോയതാണ് ആദ്യം സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അപ്പൊ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലും വേണം എഴുതാൻ. അതാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഒരു എക്സാമ്പിൾ പറയാം. വെൻ ഐ റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ്. വെൻ ഐ റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ് ദ ബസ് ഹാഡ് ഗോൺ. ദ ബസ് ഹാഡ് ഗോൺ. ആദ്യം പോയത്, ബസ് പോയതാണ് ആദ്യം പോയത്. അത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് ഞാൻ എത്തിച്ചേർന്നു. അത് സിമ്പിൾ പാസ്റ്റിലുമാണ് എഴുതാനുള്ളത്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് ജസ്റ്റ് ഫോം മാത്രം പഠിച്ചാൽ മതി. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ വിൽ ഓർ ഷോൾ പ്ലസ് V1. ഐ വിൽ റൈറ്റ് എ ലെറ്റർ. സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് വീക്ക്, ടുമോറോ എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വിൽ ഓർ ഷോൾ പ്ലസ് ബി പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മുടെ ചോദ്യം അതായിരുന്നു. ബൈ ദെൻ, by 5 o'clock, by the end of next week, by the end of next month, by the end of next year. ഇതൊക്കെ വരുമ്പോൾ എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. അപ്പോൾ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3. വിൽ ഹാവ് റിസീവ്ഡ്. ഓക്കെ. ഇനി അവസാനത്തത് 12ാമത്തതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ ഫോം പഠിച്ചു വെക്കുക. വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ ഡു യു വിഷ് dash now or later. When do you wish dash now or later. ഇതിന്റെ ആൻസർ ടു സ്റ്റാർട്ട് ആണ്. അതെങ്ങനെ ടു സ്റ്റാർട്ട് വന്നു? ചില വെർബുകൾക്ക് ശേഷം എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ? 2 + V1 മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഏതൊക്കെയാണ്? ഒന്ന് എഴുതിയെടുത്തോണം. എഗ്രി. 2 + V1 പറയുന്ന പേര് ഇൻഫിനിറ്റീവ് എന്നാണ്. ഇൻഫിനിറ്റീവ്. അത് ഏതൊക്കെ വെർബുകൾക്ക് ശേഷമാണ്? എഗ്രി, എയിം, അപ്പിയർ. എഗ്രി, എയിം, അപ്പിയർ, അറ്റംപ്റ്റ്, ചൂസ്, വിഷ്, വാണ്ട്, പ്രോമിസ്. കുറെ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാം. എഗ്രി, എയിം, അപ്പിയർ, അറ്റംപ്റ്റ്, ചൂസ്, വിഷ്, വാണ്ട്, പ്രോമിസ്, മാനേജ്, നെഗ്ലക്റ്റ്, ഓഫർ, റെഫ്യൂസ്, threaten, hope, demand, decide. ഇതുപോലുള്ള വെർബുകൾക്ക് ശേഷം 2 + V1 യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ ചോദ്യം വന്നത്. വെൻ ഡു യു വിഷ്. വിഷ് കഴിഞ്ഞ് 2 + V1 ഉപയോഗിക്കാൻ പാടുള്ളൂ. ടു സ്റ്റാർട്ട്, നൗ ഓർ ലേറ്റർ. ഇനി ചില വെർബുകൾക്ക് ശേഷം ജെറണ്ട്. ജെറണ്ട് എന്ന് വെച്ചാൽ എന്താ? വെർബ് പ്ലസ് ING ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ജെറണ്ട്. അത് ഏതൊക്കെയാണ് ആ വെർബ്? അവോയ്ഡ്, പിന്നെ കൺസിഡർ. കൺസിഡർ ഒക്കെ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അവോയ്ഡ്, കൺസിഡർ, കംപ്ലീറ്റ്, അതുപോലെ ഡിനൈ, ഡിസ്ലൈക്ക്, പ്രാക്ടീസ്, പുട്ട് ഓഫ്, മിസ്, ഗിവ് അപ്പ്.
ഇതിനൊക്കെ ശേഷം എന്താണ് ജെറണ്ട്, വെർബ് പ്ലസ് ING യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ചോദ്യം, ദ റാറ്റ് റേസ് എമംഗ് ദ ലീഡേഴ്സ് ഈസ് റിവോൾട്ടിംഗ്. ഇഡിയമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ദ റാറ്റ് റേസ് എമംഗ് ദ ലീഡേഴ്സ് ഈസ് റിവോൾട്ടിംഗ് എന്ന് വെച്ചാൽ ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ. ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ എന്നാണ് അർത്ഥം. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇഡിയംസ് നോക്കാം. ഒന്നാമത്തത് നിപ്പ് ഇൻ ദ ബഡ്. നിപ്പ് ഇൻ ദ ബഡ്. നിപ്പ് ഇൻ ദ ബഡ് എന്ന് വെച്ചാൽ എന്താ? മുളയിലെ നുള്ളുക എന്നാണ് അതിന്റെ മലയാളം. ഡിസ്ട്രോയ് ഇൻ ദ ഇനിഷ്യൽ. ഡിസ്ട്രോയ് ഇൻ ദ ഇനിഷ്യൽ. അടുത്തത് ടിറ്റ് ഫോർ ടാറ്റ്. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാൽ ഉരുളയ്ക്ക് ഉപ്പേരി. റീപേയ്മെന്റ് ഓഫ് ഹാം ഓർ ഇഞ്ചുറി ഇൻ ഓൾമോസ്റ്റ് ദ സെയിം വേ. അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കാന്നൊക്കെ കേട്ടിട്ടില്ല, അതാണ് ടിറ്റ് ഫോർ ടാറ്റ്. വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ബട്ട് അൺപ്രോഫിറ്റബിൾ അണ്ടർടേക്കിംഗ്. കോസ്റ്റ്ലി ആണ് പക്ഷേ അൺപ്രോഫിറ്റബിൾ അണ്ടർടേക്കിംഗ് ആണ് വൈറ്റ് എലിഫന്റ്. അടുത്തത് ബാഡ് ബ്ലഡ്. ബാഡ് ബ്ലഡ് എന്ന് വെച്ചാൽ enmity ആണ്. enmity. ആപ്പിൾ ഓഫ് വൺസ് ഐ. കണ്ണിലുണ്ണിയാണ് ആപ്പിൾ ഓഫ് വൺസ് ഐ. ദ ഡിയറസ്റ്റ് വൺ ആണ് ആപ്പിൾ ഓഫ് വൺസ് ഐ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ എന്താ? വെരി റെയർലി. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ വെരി റെയർലി ആണ്. ആപ്പിൾ ഓഫ് ഡിസ്കോഡ്. ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ തർക്കത്തിന് കാരണം. കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. കോസ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നതാണ് അർത്ഥം. എ ഡാർക്ക് ഹോഴ്സ്. എ ഡാർക്ക് ഹോഴ്സ് എന്ന് വെച്ചാൽ എ പേഴ്സൺ ഓഫ് ഹിഡൻ ക്വാളിറ്റി. എ പേഴ്സൺ ഓഫ് ഹിഡൻ ക്വാളിറ്റി ആണ് ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്നത്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റെയിനിങ് വെരി ഹെവിലി. റെയിനിങ് ഹെവിലി ആണ്. ഫേസ് ദ മ്യൂസിക് എന്ന് വെച്ചാൽ എന്താണ്? ശിക്ഷ ഏറ്റുവാങ്ങുക. ഫേസ് ദ കോൺസിക്വൻസസ് എന്നാണ് അർത്ഥം. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് വെച്ചാൽ എന്താ? ഇൻകംപ്ലീറ്റ് ഡിസോർഡർ. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് വെച്ചാൽ എന്താ? ഇൻകംപ്ലീറ്റ് ഡിസോർഡർ. ഗോ ടു ദ ഡോഗ്സ്. ഗോ ടു ദ ഡോഗ്സ് എന്ന് വെച്ചാൽ ഗോ ടു റൂയിൻ. കെടുതിയിലാവുക. കെടുതിയിലാവുക. എ ഡോഗ്സ് ലൈഫ് എന്ന് വെച്ചാൽ എന്താ? കഷ്ടതകൾ നിറഞ്ഞ ജീവിതം. എ ലൈഫ് ഓഫ് ഹാർഡ് വർക്ക്. ആൽഫ ആൻഡ് ഒമേഗ എന്ന് വെച്ചാൽ എന്താ? ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് ആണ് ആൽഫ ആൻഡ് ഒമേഗ. ആദ്യം അന്തവും എന്ന് പറയും. എ ബേർഡ്സ് ഐ വ്യൂ എന്ന് വെച്ചാൽ വിഗഹ വീക്ഷണം. എ വ്യൂ ഫ്രം എ വെരി ഹൈ പ്ലേസ്. എ ബ്ലാക്ക് ഷീപ്പ്. കരിങ്കാലി. എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി ഹു ഈസ് നോട്ട് കൺസിഡേർഡ് റെസ്പെക്റ്റബിൾ. അതിനെയാണ് കരിങ്കാലി എന്ന് പറയുന്നത്. നൾ ആൻഡ് വോയിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഇഫക്റ്റീവ് ആണ് നൾ ആൻഡ് വോയിഡ്. റെയിൻ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് പറഞ്ഞു. റെയിനിങ് ഹെവിലി. ഷെഡ് ക്രോക്കോഡൈൽ ടിയേഴ്സ്. ഷോ ഫോൾസ് സോറോ. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇഡിയംസ്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഇഡിയംസ്. ബാക്കി ഇഡിയംസും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പം ഇഡിയംസ് ഒന്ന് നോക്കി വെക്കാം. അടുത്തത് വീണ്ടും റിലേറ്റീവ് പ്രോനൗൺ തന്നെയാണ്. ദിസ് ഈസ് ദ പ്ലേസ് ഡാഷ് ഗാന്ധിജി ലീവ്ഡ്. ഇത് ഈസിയാണ്. പ്ലേസിനെ പറ്റി പറയുമ്പോൾ എന്താണ് ചേർക്കേണ്ടത്? വെയർ ആണ് ചേർക്കേണ്ടത്. ദിസ് ഈസ് ദ പ്ലേസ് വെയർ ഗാന്ധിജി ലീവ്ഡ്. അടുത്തത് തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ഡാഷ് കബനി റിവർ. തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ്. റിവർ ഒക്കെ പറയുമ്പോഴത്തേക്കും അതിന് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ആണ് ചേർക്കേണ്ടത്. ഉത്തരം ദ കബനി റിവർ. ഇനി ദ ചേർക്കേണ്ട 2-3 സിറ്റുവേഷൻസ് പറയാം. ദ ചേർക്കേണ്ടത് കടലുകൾ, സമുദ്രങ്ങൾ, നദികൾ, റിവേഴ്സ്. അപ്പൊ കടലുകൾ, സമുദ്രങ്ങൾ, നദികൾ, കനാലുകൾ, മരുഭൂമികൾ, ഇവയ്ക്കൊക്കെ മുന്നിൽ എന്ത് ചേർക്കണം? ദ എന്ന് ചേർക്കണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ചർച്ച്, ഹോസ്പിറ്റൽ, സ്കൂൾ, കോളേജ്. ചർച്ച്, അതുപോലെ ഹോസ്പിറ്റൽ, പിന്നെ സ്കൂള്, കോളേജ്, ഇവയൊക്കെ എന്ത് ആവശ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുവോ അവിടെ പോകും. അതിനുവേണ്ടി അവിടെ പോകുമ്പോൾ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻസ് ഗോ ടു സ്കൂൾ. ദ സ്കൂള് വേണ്ട, കാരണം സ്റ്റുഡൻസ് സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആർട്ടിക്കിൾ വേണ്ട. രാജു ഗോസ് ടു ഡാഷ് സ്കൂൾ ടു മീറ്റ് ദ പ്രിൻസിപ്പൽ. രാജു സ്കൂളിൽ പോയത് പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം സ്കൂളിൽ പഠിക്കാനല്ല പോയത്, പ്രിൻസിപ്പലിനെ കാണാൻ. അപ്പം ദ സ്കൂൾ എന്നാണ് വരേണ്ടത്. രാജു ഗോസ് ടു ദ സ്കൂൾ ടു മീറ്റ് ദ പ്രിൻസിപ്പൽ എന്നാണ് വരേണ്ടത്. ഇനി ഹോളി ബുക്സ്, എപ്പിക്സ്, ഇതിന്റെ മുന്നിലൊക്കെ ദ ചേർക്കുക എന്ന് ഓർക്കുക. ഒരു ലാംഗ്വേജ്, ഭാഷയുടെ പേരിന് മുന്നിൽ ദ ആവശ്യമില്ല. ഡു യു നോ ഹിന്ദി, ഡു യു നോ ഇംഗ്ലീഷ് എന്നേ പറയാറുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ ഡു യു നോ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഡു യു നോ ദ ഹിന്ദി ലാംഗ്വേജ്. ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ ദ ചേർക്കുക. അപ്പം ഈ ആർട്ടിക്കിൾസ് ഒന്നുകൂടെ എടുത്തൊന്ന് റിവൈസ് ചെയ്തോളാം. പിന്നെ എയും ആനും അറിയാലോ. എയും ആനും എങ്ങനെയാണ് എളുപ്പത്തിൽ ഓർക്കുന്നത്? സ്വരാക്ഷരമാണെങ്കിൽ ആനും, വ്യഞ്ജനാക്ഷരമാണെങ്കിൽ എയുമാണ് ചേർക്കേണ്ടത്. അപ്പൊ സ്വരാക്ഷരം എന്ന് പറയുമ്പോൾ അ, ആ, ഇ, ഉ, അതിന്റെ കൂടെ എല്ലാം ആൻ. ഇപ്പം MLA, ആൻ MLA, എ വെച്ചല്ലേ തുടങ്ങുന്നത്. MLA, എ എന്ന് പറയുന്ന സ്വരാക്ഷരം ആയതുകൊണ്ട് ആൻ MLA.
യൂറോപ്പിയൻ. യൂറോപ്പിയൻ എഴുതുമ്പോഴത്തേക്കും വവൽ സൗണ്ട് ഈ വരുന്നുണ്ടെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ യു അല്ലേ, യൂറോപ്പിയൻ. അപ്പം എ യൂറോപ്പിയൻ, എ യൂണിവേഴ്സിറ്റി. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്നെടുത്ത് റിവൈസ് ചെയ്തോടാം. അടുത്തത് റിപ്പോർട്ട് ദ സെന്റൻസ് ആണ്. ഇൻഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ടിംഗ് സെന്റൻസ് ആണ്. വി വിൽ പേ ഫോർ ദ ഡാമേജ്. വി വിൽ പേ ഫോർ ദ ഡാമേജ് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുക. വി ഓഫേർഡ് ടു പേ ഫോർ ദ ഡാമേജ്. ഓഫേർഡ് ആണ് വരേണ്ടത്. ഓഫേർഡ് കഴിഞ്ഞ് ടു ആണ് ചേർക്കേണ്ടത്. ഓഫേർഡ് ടു പേ ഫോർ ദ ഡാമേജ്. ഇത് ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം. ഇൻഡയറക്റ്റ് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് ഇത് ഞാൻ ക്ലാസ് ആയിട്ട് എടുത്തു തരാം. എക്സാം കഴിഞ്ഞിട്ട് ക്ലാസ് ആയിട്ട് എടുത്തു തരാം. നാളത്തെ എക്സാമിന് വേണ്ടി ഒന്ന് റിവൈസ് ചെയ്തോളാം. ഓക്കെ. അടുത്തത് ഓംബ്രോഫോബിയ റിലേറ്റഡ് ടു. ഓംബ്രോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് റെയിൻ. ഫോബിയ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം പേടിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ഡോഗ്സിനെ പേടിയുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേര് സൈനോഫോബിയ എന്നാണ്. സൈനോഫോബിയ. ഫിയർ ഓഫ് ഡോഗ്സ് ആണ് സൈനോഫോബിയ. ഫയർ ആണെങ്കിൽ പൈറോഫോബിയ. പൈറോഫോബിയ ആണ്. ഡ്രീം ആണെങ്കിൽ, ഡ്രീം ചോദിച്ചിട്ടുണ്ട്, ഒണീറോഫോബിയ. ഒണീറോഫോബിയ ആണ് ഫിയർ ഓഫ് ഡ്രീംസ്. ഫിയർ ഓഫ് ഫിഷ് ഇക്തിയോഫോബിയ. ഇക്തിയോഫോബിയ ആണ്. ഫിയർ ഓഫ് ഫ്ലവേഴ്സ് ആന്തോഫോബിയ. ഫിയർ ഓഫ് ഗോഡ് തിയോഫോബിയ. അപ്പൊ ദൈവത്തിനെ പേടിയുള്ളത് തിയോഫോബിയ ആണ്. ഫിയർ ഓഫ് നൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിക്റ്റോഫോബിയ ആണ് ഫിയർ ഓഫ് നൈറ്റ്. സ്നേക്സ് ആണെങ്കിൽ ഒഫിഡിയോഫോബിയ അല്ലെങ്കിൽ ഒഫിഡിഫോബിയ ആണ്. ഫിയർ ഓഫ് വിമൻ ആണെങ്കിൽ ഗൈനോഫോബിയ. ഫിയർ ഓഫ് വിമൻ ഗൈനോഫോബിയ. ഒരുപാടുണ്ട്. വാട്ടർ ആണെങ്കിൽ ഹൈഡ്രോഫോബിയ. വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ ആണെങ്കിൽ ഹൈഡ്രോഫോബിയ. വിൻഡ് ആണെങ്കിൽ അനിമോഫോബിയ. നമ്മുടെ ഓപ്ഷനിൽ വിൻഡ് ഉണ്ട്. വിൻഡ് അനിമോഫോബിയ ആണ്. മാരേജ്, ഫിയർ ഓഫ് മാരേജ് ഗാമറ്റോഫോബിയ അല്ലെങ്കിൽ ഗ്യാമോഫോബിയ എന്ന് പറയാറുണ്ട്. ഫിയർ ഓഫ് മെൻ ആൻഡ്രോഫോബിയ. ഫിയർ ഓഫ് പീപ്പിൾ ആണെങ്കിൽ ആന്ത്രോഫോബിയ. ഫിയർ ഓഫ് പെയിൻ ആണെങ്കിൽ ആൽഗോഫോബിയ ആണ് ഫിയർ ഓഫ് പെയിൻ. ഇത്രയും ഫോബിയാസ് ഒന്ന് നോക്കാം. എക്സ്ട്രാ കിട്ടുവാണെങ്കിൽ അതും കൂടെ ഒന്ന് റിവൈസ് ചെയ്തോളാം. അടുത്തത് ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴത്തേക്കും ടെൻസിന് മാറ്റം വരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ തന്നിരിക്കുന്നത് മിച്ചു ഈസ് സിംഗിങ് എ വെസ്റ്റേൺ സോങ്. അപ്പോൾ ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോഴത്തേക്കും ആക്റ്റീവ് സെന്റൻസിന് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ്. അത് പാസീവിലേക്ക് ആകുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതണം, പിന്നെ വെർബ് എഴുതണം, പിന്നെ ബൈ എഴുതണം, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് എഴുതണം. അതാണ് അതിന്റെ ഫോർമാറ്റ്. ടെൻസിൽ മാറ്റം വരത്തില്ല. നോ ചേഞ്ച് ഇൻ ടെൻസ്. ടെൻസിൽ എന്ത് ചെയ്യില്ല, മാറ്റം വരുന്നില്ല. അപ്പൊ മിച്ചു ഈസ് സിംഗിങ് എ സോങ്, എ വെസ്റ്റേൺ സോങ്. എങ്ങനെയാണ് ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? എ വെസ്റ്റേൺ സോങ്. ഈസ് സിംഗിങ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രസന്റ് കണ്ടിന്യൂസ് എങ്ങനെയാകും? ഓർ ആം ഓർ ആർ പ്ലസ് ബീങ് പ്ലസ് V3 ആണ് ചേർക്കേണ്ടത്. അപ്പോ എ വെസ്റ്റേൺ സോങ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് എ വെസ്റ്റേൺ സോങ് ഈസ് ബീങ് സിങ്ങിന്റെ V3 എന്ന് പറയുമ്പം സങ് ബൈ മിച്ചു എന്നാണ് വരേണ്ടത്. എ വെസ്റ്റേൺ സോങ് ഈസ് ബീങ് സങ് ബൈ മിച്ചു. ഇത് ഓപ്ഷനിൽ ഇല്ല. ഇവിടെ ഓപ്ഷൻ സി എ വെസ്റ്റേൺ സോങ് വാസ് ബീങ് സങ് ബൈ മിച്ചു എന്നാണ്. വാസ് അല്ല വരേണ്ടത്, ഈസ് ആണ്. കാരണം ടെൻസിൽ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, അപ്പം നൺ ഓഫ് ദി എബോ ആണ് ഇവിടെ ആൻസർ. അടുത്തത് വിച്ച് വേർഡ് ഈസ് മിസ്പെൽറ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 3 എണ്ണവും മിസ്പെൽറ്റ് ആണ്. ഡിഫെൻസിബിൾ കറക്റ്റ് ആയിട്ട് എസ് ആണ്. സിയുടെ സ്ഥാനത്ത് എസ് വരണം. മാനേജിയബിൾ എന്നാണ് വരാനുള്ളത്. സ്കൗണ്ട്രൽ എന്ന് പറയുമ്പം എയുടെ സ്ഥാനത്ത് ഇ ആണ് വരേണ്ടത്. ഇവിടെ ഒക്കുപ്പന്റ് മാത്രമേ ഉള്ളൂ ശരി. അപ്പൊ ഈ ചോദ്യം ഡിലീറ്റഡ്. കാരണം വിച്ച് വേർഡ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ് എന്നാണ് ചോദിക്കേണ്ടിയിരുന്നത്. ഒക്കുപ്പന്റ് ആണ് കറക്റ്റ്ലി സ്പെൽറ്റ്. കോമൺലി മിസ്പെൽറ്റ് വേർഡ് 2-3 എണ്ണം പറയാം. ഒന്ന് അമച്വർ, AMATEUR, AMATEUR. അനസ്തെറ്റിക്, ANAESTHETIC, അനസ്തെറ്റിക്. ആനുവലി, ANUALLY, ആനുവലി. ബിലീവ്, BELIEVE, ബിലീവ്.
ബൊക്കെ, BOUQUET, ബൊക്കെ. ഫുൾഫില്ല്, FULFIL. അപ്പോൾ ഇത് മുതലായവയാണ് കോമൺലി മിസ്സ്പെൽഡ് വേർഡ്. നിങ്ങൾ അതിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കോളാം, സമയമില്ലാത്തതുകൊണ്ടാണ് മൊത്തം തരാത്തത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി എടുത്തു തരാം. അപ്പോൾ മിസ്സ്പെൽഡ് വേർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കിക്കോളാം. അടുത്തത് ആന്റോണിം ഓഫ് ഫിക്കിൾ. ഫിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരത ഇല്ലാത്തത് എന്നാണ് അർത്ഥം. അതിന്റെ ഓപ്പോസിറ്റ് എപ്പോഴും BSc ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. കോൺസ്റ്റന്റ് ആണ് ഫിക്കിളിന്റെ ഓപ്പോസിറ്റ്. ഇനി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ആന്റോണിംസ് പറയാം. ഒന്ന്, പ്രൈസ്, PRAISE. പ്രൈസിന്റെ ഓപ്പോസിറ്റ് ബ്ലെയിം ആണ്. പ്രൈസിന്റെ ഓപ്പോസിറ്റ് ബ്ലെയിം. ബെനവോലന്റിന്റെ ഓപ്പോസിറ്റ് മെയിൽവോലന്റ്. ഡിസെമിനേറ്റിന്റെ ഓപ്പോസിറ്റ് വിത്ത്ഹോൾഡ്. കൺസിഡറബിളിന്റെ ഓപ്പോസിറ്റ് നെഗ്ലിജിബിൾ. അബൈഡിന്റെ ഓപ്പോസിറ്റ് എന്താ? അബൈഡിന്റെ ഓപ്പോസിറ്റ് വെക്കേറ്റ് ആണ്, വെക്കേറ്റ്. കൺഫെസ്, ഡിനൈ, അഡ്മോണിഷ്, പ്രൈസ്. അബാൻഡന്റെ ഓപ്പോസിറ്റ് റീറ്റെയിൻ ആണ്. ഏബിളിന്റെ ഓപ്പോസിറ്റ് അണേബിൾ ആണ്. കൺവേർജ്, ഡൈവേർജ്. കോയി, COY, കോയിയുടെ ഓപ്പോസിറ്റ് ഫോർവേഡ്. കോയിയുടെ ഓപ്പോസിറ്റ് ഫോർവേഡ് ആണ്. ഒരുപാടുണ്ട്. ആൽക്കഹോളിക്കിന്റെ ഓപ്പോസിറ്റ് ടീറ്റോ ടാളർ. ആൽക്കഹോളിക്കിന്റെ ഓപ്പോസിറ്റ് ടീറ്റോ ടാളർ. അപ്പൊ ഇങ്ങനെ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഫിക്കിളിന്റെ ഓപ്പോസിറ്റ് എന്താ? കോൺസ്റ്റന്റ്. അടുത്തത് ഫ്രേസൽ വെർബ് ആണ്. ഹി ഡാഷ് ടു ഹെർ അണ്ടിൽ ഷീ എഗ്രീഡ് ടു ഹെൽപ്പ്. ഇവിടെ ഓപ്ഷനിലേക്ക് ആദ്യം ഒന്ന് നോക്കിക്കേ. മേക്കിനും മെയ്ഡിനും. മേക്കിന്റെ പാസ്റ്റ് അല്ലേ മെയ്ഡിന്, അപ്പൊ അത് രണ്ടും കൂടെ എന്തായാലും വരത്തില്ല. മേക്ക് ഓഫ് അല്ല. മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ഫോർ എ റീസൺ സംതിങ്. മെയ്ഡ് അപ്പ് ആണ്. മെയ്ഡ് അപ്പ് എന്ന് വെച്ചാൽ ടു ബിക്കം ഫ്രണ്ട്ലി ആണ്. ഹി മെയ്ഡ് അപ്പ് ടു ഹെർ അണ്ടിൽ ഷീ എഗ്രീഡ് ടു ഹെൽപ്പ്. അപ്പം ഫ്രണ്ട്ലി ആയിട്ട് നിന്നു അവര് എഗ്രി ചെയ്യുന്നത് വരെ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രേസൽ വെർബ്സ് പറയാം. കം അക്രോസ് എന്ന് പറഞ്ഞാൽ മീറ്റ് ബൈ ചാൻസ് ആണ് കം അക്രോസ്. കോൾ അറ്റ് എ പ്ലേസ്, കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ്. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ. എപ്പോഴും BSc ചോദിക്കാറുള്ളതാണ്. കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്, കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ. ഗീവ് ഔട്ട്, ഡിസ്ട്രിബ്യൂട്ട്. ഗീവ് അപ്പ്, അബാൻഡൻ. ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ അബാൻഡൻ. പുട്ടപ്പ് വിത്ത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പോസ്റ്റ്പോൺ ആണ് പുട്ടപ്പ് വിത്ത്. ബാക്കി ഫ്രേസൽ വെർബ്സ് ഒന്ന് ഓടിച്ച് നോക്കിക്കോളാം. അടുത്ത ചോദ്യം, സിനോണിം ഓഫ് ക്യുവൈവിന്റെ മീനിങ് എന്ന് പറയുന്നത് അലേർട്ട് ആണ്. അലേർട്ട്. അപ്പം നേരത്തെ പറഞ്ഞ ഫോറിൻ വേർഡ്സ് ഉണ്ടല്ലോ, ഫോറിൻ വേർഡ്സിന്റെ ലിസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തോളാം. ഓക്കെ, അതാണ് ഈ പോർഷനിൽ വരുന്നത്. ഇനി 90ാമത്തെ ചോദ്യം, എ ഡേറ്റ് ഓർ ടൈം ബിഫോർ വിച്ച് എ പെർട്ടിക്കുലർ ടാസ്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ്. ഡെഡ് ലൈന് മുന്നേ ചെയ്ത് തീർക്കുക എന്നാണ് പറയാറുള്ളത്. അപ്പോൾ കോമൺലി BSc ചോദിക്കാറുള്ള വൺ വേർഡ്സ് നോക്കാം. ആദ്യമായിട്ട് ഒമ്നി വെച്ച് തുടങ്ങുന്ന എല്ലാം ഒന്ന് നോക്കിക്കോണേ. ഒമ്നിസെൻസ്, ഒമ്നിപൊട്ടൻറ്റ്, അതൊന്ന് ജസ്റ്റ് നോക്കിക്കോളാം. എല്ലാം ഒന്ന് നോക്കാം. വൺ ഹു ലവ്സ് മാൻകൈൻഡ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ് വൺ ഹു ലവ്സ് മാൻകൈൻഡ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ്, മിസാന്ത്രോപ്പ്. എന്താണ് കാലിഗ്രഫി എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് ഹാൻഡ് റൈറ്റിംഗ് ആണ് കാലിഗ്രഫി എന്ന് പറയുന്നത്. ബിബ്ലിയോഫൈൽ എന്ന് വെച്ചാൽ എ ലവർ ഓഫ് ബുക്സ് ആണ് ബിബ്ലിയോഫൈല്. പെഡസ്ട്രിയൻ കാൽനട യാത്രക്കാരൻ. വൺ ഹു ഗോസ് ഓൺ ഫൂട്ട് ആണ് പെഡസ്ട്രിയൻ. ഗ്ലട്ടൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഗ്ലട്ടൻ എന്ന് വെച്ചാൽ വൺ ഹു ഈറ്റ്സ് ടു മച്ച് ആണ് ഗ്ലട്ടൻ. വൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ് കാനിബൽ ആണ്. വൺ ഹു ഈറ്റ് ഹ്യൂമൻ ഫ്ലഷ്. അപ്പോൾ ഇങ്ങനത്തെ കുറെ വൺ വേർഡ്സ് ഉണ്ട്. വൺ വേർഡ്സ് ഒരുപാട് ലിസ്റ്റ് കിട്ടും. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് വെക്കാം, റിവൈസ് ചെയ്ത് വെക്കാം. ഇതിൽ 11th അവർ എന്ന് പറയുമ്പോൾ എന്താണ്? ലാസ്റ്റ് മിനിറ്റ് എന്നാണ് അർത്ഥം. അപ്പം ഇങ്ങനത്തെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് കിട്ടും. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ എടുത്തു തരാം. അപ്പം നാളെ നമ്മൾ അവസാനത്തെ പോർഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. നാളെയാണ് എക്സാം. എല്ലാവരും നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ തന്നെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു. നാളെ എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരും നിങ്ങളുടെ റിവ്യൂസ് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.
നിങ്ങൾ PSC പരീക്ഷകളെ സീരിയസ് ആയിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികളാണോ? എങ്കിൽ നിങ്ങളുടെ പഠനം ഈസി ആക്കാനുള്ള ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അൺഅക്കാഡമി. അൺഅക്കാഡമി ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ്. അൺഅക്കാഡമിയിൽ ഏപ്രിൽ 14 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ച് കോഴ്സ് ആണ് ദൗത്യം. ഈ കോഴ്സ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് ഒരു 30 ദിവസത്തെ ബാച്ച് കോഴ്സ് ആണ്. 10 ഡിഫറെന്റ് എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടാതെ 10th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടി 100 ദിവസത്തെ ബാച്ച് കോഴ്സ് ഏപ്രിൽ 7 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജേതാവ് എന്നാണ് ഈ ബാച്ച് കോഴ്സിന്റെ പേര്. റാങ്കുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മൻസൂർ അലി സാർ ജോഗ്രഫി ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സും 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യൂ. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റിനെ പറ്റി പറയാം. ഈ ടെസ്റ്റ് 4th, 11th, 18th, 25th ഏപ്രിൽ വൈകുന്നേരം 6 മണിക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 75 മിനിറ്റ് മോക്ക് ടെസ്റ്റ് ആണ്. 1 മുതൽ 3 റാങ്ക് വരെ വരുന്നവർക്ക് അൺഅക്കാഡമിയുടെ സ്കോളർഷിപ്പ് ഉണ്ട്. മറ്റ് റാങ്കുകൾക്കും 20 റാങ്ക് വരെ ഉള്ളവർക്കും സ്കോളർഷിപ്പ് ലഭ്യമാണ്. ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്തിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് കൊടുത്താൽ ഫ്രീ ആയിട്ടും നിങ്ങളുടെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും മാർച്ച് 18 മുതൽ തുടങ്ങിയതാണ്. എല്ലാ ദിവസവും മൺഡേ മുതൽ സാറ്റർഡേ വഴി 8 മണിക്ക് 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ക്വിസ് ഉണ്ട്. ഇതും പ്രൈസ് മണി ഉള്ള ക്വിസ് ആണ്. കയറി അറ്റൻഡ് ചെയ്യുക. ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്.